ഹലോ, വെൽക്കം ടു അമേസിയാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോപത്തെ എങ്ങനെ നശിപ്പിക്കാം, ആ കോപത്തെ നശിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിത വിജയം നമുക്ക് കൈവരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് വികാരങ്ങൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് വികാരമാണ് ദേഷ്യം അല്ലെങ്കിൽ കോപം എന്നൊക്കെ പറയുന്നത്. പൊതുവെ പലർക്കും ഭയം, സംശയം, അസൂയ, നീരസം അല്ലേ എന്നിവയൊക്കെ കോപമായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കോപം കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ്. നമുക്കും നമ്മൾ ദേഷ്യപ്പെടുന്ന നമ്മുടെ ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ്. അതോടൊപ്പം തന്നെ ആന്തരികമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചുറ്റും ഉള്ള ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് മാനസികപരമായി വൈകാരികപരമായി നമ്മളെ രോഗികളാക്കുകയും നമ്മളെ നശിപ്പിക്കുവാനും ഒരു ചാൻസ് ഉള്ള കാര്യമാണ് അമിതമായ ദേഷ്യം അല്ലേ. അപ്പോൾ നെഗറ്റീവ് വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഈ ദേഷ്യം അല്ലെങ്കിൽ കോപത്തെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ ഇല്ലാതെയാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കോപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു വ്യക്തിയാൽ ആക്രമിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വിമർശിക്കപ്പെട്ടതോ മറ്റൊരു വ്യക്തിയാൽ മുറിവേറ്റപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റൊരാളാൽ മുതലെടുക്കപ്പെട്ടവയോ ഒക്കെ ആണ് നമ്മൾ എന്നുള്ള തോന്നലാണ്. അതായത് ആരോ നമ്മളെ ആക്രമിച്ചു, അല്ലെങ്കിൽ ആരോ നമ്മളെ വിമർശിച്ചു, അല്ലെങ്കിൽ ആരോ നമ്മളെ മുറിവേൽപ്പിച്ചു ശാരീരികമായും മാനസികമായും, മറ്റൊരാൾ നമ്മളെ മുതലെടുത്തു എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് വരുന്നത് അല്ലേ. കോപം അല്ലെങ്കിൽ ഭയം നിങ്ങളെ പ്രതിരോധത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മളെ അല്ലേ എപ്പോഴും നമ്മളിങ്ങനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് പ്രതികരിക്കാനും പ്രതിരോധിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വരുന്നത് കൂടുതൽ ദേഷ്യവും ഭയവും ഒക്കെ തോന്നുമ്പോഴാണ്. അതായത് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന ഒരു സ്വഭാവം നമ്മളിലേക്ക് എത്തിക്കും. ചില ആളുകൾ ഈ കോപം അല്ലെങ്കിൽ ഭയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഒഴിഞ്ഞു മാറും. പൊതുവെ ഭയമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. പക്ഷെ കോപം നിങ്ങളെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഇത് പറ്റില്ല, നമുക്ക് വിടാൻ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണം, നമ്മൾ പ്രതിരോധിക്കണം എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്ങിലേക്ക് നമ്മളെ എത്തിക്കും. കോപത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കുറ്റപ്പെടുത്തലാണ്. അതായത് നമ്മൾ ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എല്ലാത്തരം നിഷേധാത്മകമായ വികാരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പോവും അല്ലേ. ആ നിഷേധാത്മകമായ നമ്മുടെ ആ വികാരങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ തകർന്നു പോകും. ഒരു മെജോറിറ്റി ആളുകളും പെട്ടെന്ന് തകർന്നു പോകുന്നവരാണ്. ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മളങ്ങ് ഏറ്റെടുക്കുക. അതായത് ചെയ്യാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ. പക്ഷെ കോപത്തെ നിയന്ത്രിക്കാനുള്ള എളുപ്പ വഴി ഒരുപാട് മഹാന്മാർ പറഞ്ഞത് ഏതൊരു പ്രശ്നത്തിൻ്റെയും ഉത്തരവാദിത്തം ശരിയായ തരത്തിൽ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇറസ്പോൺസിബിളായിട്ട് പോകുമ്പോഴാണ് ചിലതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയണം അല്ലേ. പക്ഷെ ചില കാര്യങ്ങളെ നമ്മളങ്ങ് ഓക്കെ ഐ ക്യാൻ മാനേജ് ദിസ്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ക്ലിയർ ചെയ്യാം എന്നൊരു പ്രസ്താവന നമ്മൾ നടത്തി കഴിയുമ്പോൾ ഏതൊരു പ്രശ്നത്തിൻ്റെയും ആ ഒരു കോപത്തിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു നിയന്ത്രിക്കാനുള്ള എളുപ്പ വഴിയായിട്ട് അത് മാറാറുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബോസ് പിരിച്ചുവിടാനായിട്ടൊരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക. അയാളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും അല്ലേ. അയാളുടെ ആ തീരുമാനത്തിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും, നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളോട് നെഗറ്റീവ് ആളാകാനും, അതായത് നിങ്ങളൊരു നെഗറ്റീവ് ആളാകാനും സാധ്യതയുണ്ട് ഈ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ. അതിന് പകരം ബോസ് പിരിച്ചുവിട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ പിരിച്ചുവിട്ടതിന് താനും ഒരു കാരണമാകാം, എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ തെറ്റുകളെ നമ്മളൊന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു ചിന്ത നമ്മളതിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ തെറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും, അത് തിരുത്താനും സാധിക്കും. ഞാൻ ഈ പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറയുന്ന പ്രോബ്ലംസ്
നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന പ്രോബ്ലംസിലാണ്. ഇപ്പം നമ്മൾ ആ ഒരു പിക്ചറിലേ ഇല്ല, പക്ഷേ വെറുതെ നമ്മുടെ തലയിലേക്ക് ഓരോ പ്രോബ്ലംസ് ഇടുകയാണെങ്കിൽ അതിൽ നിന്നും കൂട്ടായി നിൽക്കുക. അതായത് അതിനോട് പ്രതികരിക്കരുത്. യെസ് ഓർ നോ നിങ്ങൾ പ്രതികരിക്കാതെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മൾ ഉൾപ്പെട്ട ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതിലെന്താണ്, ആ പ്രോബ്ലത്തിൽ നമ്മുടെ ബ്ലെയിം എന്താണ്, നമ്മുടെ പ്രോബ്ലം ആണോ എന്ന് അനലൈസ് ചെയ്യാനും അതിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ തയ്യാറായി ആ തെറ്റ് തിരുത്താനും നമ്മൾ തയ്യാറാവുമ്പോൾ അതായത് നമ്മുടെ തെറ്റെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ, എന്നിട്ട് അത് തിരുത്തണം. അപ്പോൾ അടുത്ത സ്ഥാപനത്തിലേക്ക്, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ നമുക്ക് അടുത്ത സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അത് ഉപകാരപ്പെടും. അങ്ങനെ ഒത്തിരി കേസുകൾ ഞാൻ കാണാറുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ട് എൻ്റെ ഒരു പ്രോബ്ലം അല്ല അവരുടെ പ്രോബ്ലമാണ് എന്ന് പറയുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. ആക്ച്വലി പ്രോബ്ലം അവരുടെ കയ്യിൽ തന്നെയാണെന്ന് റിയലൈസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാവാറ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് കറക്റ്റ് ചെയ്യാതെ നേരത്തെ ആ ബോസിനോട് നമ്മൾ പ്രതികാര ബുദ്ധിയോടെ പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അതിന് പകരം അടുത്തത് എന്ത് ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് അത് പ്രവർത്തിക്കുക. ഇനി പ്രശ്നങ്ങൾ നോക്കാതെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് മാത്രം പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കാതിരിക്കുക. അതായത് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കുന്നതിന് പകരം പ്രശ്ന പരിഹാരം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലത്തിന് എന്ത് ഒരു സൊല്യൂഷനാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നും പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു കാര്യവും ഇല്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അതാണ് ഏറ്റവും ആദ്യം നമുക്കുണ്ടാവേണ്ടത്. പ്രതികരിക്കാൻ നമുക്കൊരു ത്വരയാണല്ലേ, നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവില്ല ചില സിറ്റുവേഷൻസിൽ. അപ്പോൾ നിങ്ങളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുകയോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയോ ആണെങ്കിൽ അതിനുടനടി കയറി പ്രതികരിക്കുന്നതിന് പകരം നിങ്ങൾ ആ പ്രശ്നം വഷളാക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പ്രതികരണമാണ് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. എന്ന ചില കാര്യങ്ങളിൽ പ്രതികരണം അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ, നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോഴാണ് ആ പ്രോബ്ലം വഷളായി വരുന്നത്. ചാടിക്കയറി പ്രതികരിക്കുന്നതിന് പകരം അതിനെപ്പറ്റി വ്യക്തവും സ്പഷ്ടവുമായി നിങ്ങൾ ആലോചിച്ച് പ്രതികരിച്ചാൽ നല്ലതായിരിക്കും. ഇതിനൊരു 1 മിനിറ്റ് ടെക്നിക്ക് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതായത് നിരവധി ആളുകൾ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ പ്രതികരിക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം വ്യക്തവും സ്പഷ്ടവുമായ മറുപടി നിങ്ങൾ പറയാം. മറുപടി പറയുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടോ, മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നിരവധി കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ പോകണം. ഇത് ഈസിയല്ല. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് മനസ്സിനെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ 1 മിനിറ്റ് സ്റ്റെപ്പ് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ. ഈ 1 മിനിറ്റ് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാൻ വന്നില്ലെങ്കിലും നിങ്ങളൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ചുമ്മാ കണ്ണടച്ച് ഇരിക്കുക, അല്ലെങ്കിൽ ആ സ്പേസിൽ നിന്ന് ഒരു 1 മിനിറ്റ് നിങ്ങൾ മാറി നിന്നിട്ട് തിരിച്ചു വന്ന് പ്രതികരിച്ചാലും നിങ്ങൾക്ക് ആ പ്രതികരണത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മറുപടി പറയുന്ന ആ ഒരു ടെൻഡൻസി നമുക്കൊന്ന് കട്ട് ഡൗൺ ചെയ്യാനും ഷോട്ട് ഡൗൺ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇങ്ങനെ നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ നെഗറ്റീവ് വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനും ഉള്ള കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ വേണ്ടി വരും കേട്ടോ നമുക്ക് ഇങ്ങനൊരു പ്രാക്ടീസിലേക്ക് എത്താൻ. പക്ഷേ നെഗറ്റീവ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് മികച്ചമായിട്ടുള്ളൊരു ജീവിതം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. Thank you.